സകലവും നിവർത്തിച്ചു ക്രൂശത്തിൽ, താനനുസരണത്തിൽ തികഞ്ഞിടുവാൻ. സകലവും നിവർത്തിച്ചു ക്രൂശത്തിൽ, താനനുസരണത്തിൽ തികഞ്ഞിടുവാൻ. രക്തവും ജലവും നിന്നിൽ നിന്നൊഴുക്കി, നിൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. രക്തവും ജലവും നിന്നിൽ നിന്നൊഴുകി, നിൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. കാൽവരി ക്രൂശിൽ കാണുന്ന സ്നേഹം ആരാൽ ഗ്രഹിക്കാം ആ മകൾ സ്നേഹം. അതൻ ജീവിത ആശയേ ആരാൽ ഗ്രഹിക്കാം ആ മകൾ സ്നേഹം. അതൻ ജീവിത ആശയേ ആരാൽ ഗ്രഹിക്കാം ആ മകൾ സ്നേഹം. അതൻ ജീവിത ആശയേ. ഹലോ, എന്തുകൊണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നത്. പ്രഭാതത്തിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. സുഖമായിരിക്കുന്നല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരുപാട് ആളുകൾ യേശുവിനെ കുറിച്ച് കേൾക്കുന്ന ഒരു വർഷമാണ് 2024. പ്രതിസന്ധികൾ ഒരുപാടുണ്ട്. അതൊന്നും നമുക്കൊരു വിഷയമല്ല, അല്ലേ? നമുക്കൊരു വിഷയമുള്ള കേസേ അല്ല. ഞാനിപ്പോൾ എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ ട്രാൻസ്ഫോർമറായിട്ട് മാറണം എന്നാണ് ഞാനിപ്പോൾ എല്ലായിടത്തും പറയുന്നത്. സാധാരണ ഒരു ഇതായിട്ടിരിക്കരുത്. നിങ്ങൾ ട്രാൻസ്ഫോമറാണ്. അപ്പം ട്രാൻസ്ഫോമർ കണ്ടിട്ടില്ലേ? കറണ്ടിനെ സേവ് ചെയ്ത് ആവശ്യത്തിന് വോൾട്ടേജ് എല്ലാ വീടുകളിൽ എത്താൻ വേണ്ടി വെക്കുന്നൊരു സാധനമാണ് ട്രാൻസ്ഫോമർ. അപ്പം ഈ ട്രാൻസ്ഫോമർ ഭയങ്കര പവറായിരിക്കും വന്ന് കയറുന്നത്, അല്ലെങ്കിൽ പവർ വലിച്ചതിനകത്ത് കയറ്റുകയും അങ്ങനെയുള്ള സംവിധാനമാണ് ട്രാൻസ്ഫോമർ ചെയ്യുന്നത്. അപ്പം അതിന് ചുറ്റും കണ്ടിട്ടില്ലേ, ചിലയിടത്തൊക്കെ ട്രാൻസ്ഫോമറിന് ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്. ആരും അത് തൊടരുത്, ഒരു കമ്പ് പോലെ അത് തട്ടരുത്. ഈ ട്രാൻസ്ഫോമറിനിട്ട് വടി വെച്ച് അടിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ, സ്തോത്രം. അപ്പം നമ്മൾ ട്രാൻസ്ഫോമർ ആയാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ഒരുപാട് പേര് സുവിശേഷം കേൾക്കുന്നുണ്ട്, ഒരുപാട് പേര്. അവരെല്ലാവരും വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നാലും ഈ സുവിശേഷം അവരെ ഒരുമിപ്പിക്കുകയാണ്. സ്തോത്രം. ഇല്ല, അതുകൊണ്ടാണ് എല്ലാ ജാതിയിൽപ്പെട്ടവരും ഈ ദൈവസന്നിധിയിലുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ജാതിയോ മതമോ പണ്ട് ഏതിൻ്റെ അകത്തായിരുന്നോ അതൊന്നും ഇവിടെ ചിലവാകത്തില്ല. അങ്ങനെ എവിടെയെങ്കിലും ചിലവാക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആ കൂട്ടായ്മയിൽ പോകരുത്. നിങ്ങൾ ഇത് എല്ലാത്തിനെയും കൂടി ഒരുമിച്ച് കാണുന്ന ഒരു സ്ഥലത്തേ പോകാവൂ, അല്ലെങ്കിൽ നിങ്ങൾ കാകളം തൊലിക്കുമ്പോൾ നിങ്ങൾ കാണിയരാം കേട്ടോ. സ്തോത്രം. ഞാനത് ഇത്രയും തറപ്പിച്ച് ഞാൻ പറയേണ്ടി വരികയാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാവരെയും ഒരുപോലെ കാണാത്തോടത്ത് നിങ്ങൾ പോകരുത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് വിഭാഗത്തിൽ നിന്ന് ക്രൈസ്തവ വിഭാഗം, ഞാൻ അങ്ങനെ പറയുന്നത് ഒന്നും വിചാരിക്കല്ലേ, ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അതിനകത്ത് നിന്ന് പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വരുന്ന ഒരുപാട് പേരുണ്ട്. പെന്തക്കോസ്ത് അനുഭവമാണ് കേട്ടോ. അതല്ലാതെ പെന്തക്കോസുകാരെന്ന് പറയാം, നമുക്ക് അങ്ങനെ ഒരു ലേബലല്ല. പെന്തക്കോസ് എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്, നമുക്കറിയാമല്ലോ. ഞാനത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പോൾ എല്ലാ വിഭാഗക്കാരും അകത്ത് വന്ന് ഒരുമിച്ച് ആരാധിക്കുന്ന ഒരു സ്ഥലമാണ് പെന്തക്കോസ്ത് അനുഭവമുള്ള കൂട്ടായ്മ. സ്തോത്രം. ഞാൻ നിങ്ങളോട് അങ്ങോട്ട് പോകാനാണ് പറയുന്നത്. അങ്ങോട്ട് പോകാൻ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ഏതെങ്കിലും സഭയ്ക്കകത്താണ് നിങ്ങൾ കുത്തിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണോ, വേഗം ഇറങ്ങി ഓടിക്കുമോ അതിനകത്തുനിന്ന്. സ്തോത്രം. ഇങ്ങനെ തന്നെ ദാനിയേൽ പാസ്റ്റർ പറയുള്ളൂ. കാരണം പുസ്തകത്തിൽ അങ്ങനെ എഴുതിയേക്കുന്നത് കേട്ടോ. ഒരു വ്യത്യാസവും ഇല്ല. നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നതുപോലെ ദൈവം അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തു എന്ന് പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. സ്തോത്രം.
ഒരു വ്യത്യാസവുമില്ല. അങ്ങനെ തന്നെ ഞാൻ വായിച്ചേൽപ്പിക്കാവേ. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. വളരെ തർക്കമുണ്ടായ ശേഷം പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞത്, സഹോദരന്മാരെ, കുറേ നാൾ മുമ്പേ ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷം വചനം കേട്ട് വിശ്വസിക്കണമെന്ന് നിശ്ചയിച്ചത് ദൈവം നിങ്ങൾ അറിയുന്നുവല്ലോ. നിശ്ചയിച്ചത് നിങ്ങൾ അറിയുന്നുവല്ലോ. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്നു വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. കേട്ടല്ലോ? നീ ദാനിയേൽ ഭാഷ പറഞ്ഞേക്കല്ലേ കേട്ടോ. പത്രോസ് എഴുന്നേറ്റ് പറയുക, പത്രോസ് എഴുന്നേറ്റ് സംസാരിക്കുക. നമുക്ക് മാത്രമല്ല, അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തു, നമുക്കും അവർക്കും ഒരു വ്യത്യാസമില്ല എന്ന് ദൈവം തന്നെ പറഞ്ഞിരിക്കുക. ഇനി എനിക്ക് പറയാമല്ലോ അല്ലേ? എന്നാ കേട്ടോ. ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്ന് വന്നിട്ട് അവർ മാത്രം ഇവിടെ മതി എന്ന് പറഞ്ഞാൽ അതിനകത്തിരിക്കുന്ന ദൈവമക്കളോടാണ് ഞാൻ പറയുന്നത്, ഇറങ്ങി ഓടിക്കോ അവിടെ നിന്ന്. സ്തോത്രം കേട്ടോ. ഇനി ഏതെങ്കിലും ആ ഒരു പഴയ പാമ്പ് അകത്ത് കിടപ്പുണ്ടെങ്കിൽ, പഴയ പാമ്പേ അകത്ത് കിടപ്പുണ്ടെങ്കിൽ, അതും വെച്ചോണ്ടാണ് ഇപ്പോഴും ശുശ്രൂഷയിലിരിക്കുന്നെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി ഓടിക്കോളാതെ ഞാൻ പറഞ്ഞേ. സ്തോത്രം. എല്ലാവരെയും കേട്ടോ. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ പോകുന്ന സ്വർഗത്തിൽ, ഞാൻ സാധാരണ പറയുന്നതാണ്, കാരണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ പോകുന്ന സ്വർഗത്തിൽ ആദിവാസിയുണ്ട് കേട്ടോ. പോകാതിരിക്കുന്നതാണ് നല്ലത്. ആകെ ബുദ്ധിമുട്ടാകും കേട്ടോ. ദൈവത്തെ ഓർത്ത് പോകാണ്ടെന്നേ, വേണ്ടെന്നേ. അവരാ സ്വർഗത്തിൽ വരുന്നുണ്ട്. മിക്കവാറും നരകത്തിലോട്ട് പോക്കോ. വേറെ സ്വർഗം ഇല്ല കേട്ടോ. മാൻഷൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ സംഭവമാണ്, ദൈവം ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ നിങ്ങൾ വരുന്നിടത്ത് അവരുമുണ്ട്. സ്തോത്രം. അവിടെ പ്രത്യേകം മർത്തോമക്കാർക്ക് വേണ്ടി സ്വർഗം, യാക്കോബക്കാർക്ക് വേണ്ടി സ്വർഗം, ഓർത്തഡോക്സുകാർക്ക് വേണ്ടി സ്വർഗം, ക്നാനായക്കാർക്ക് വേണ്ടി സ്വർഗം, പിന്നെ പെന്തക്കോസുകാർക്ക് വേണ്ടി സ്വർഗം, ബ്രദറുകാർക്ക് വേണ്ടി സ്വർഗം. അങ്ങനെ സ്വർഗം അവിടെ ഇല്ല. ശ്രദ്ധിച്ചു കേട്ടോ. ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം സ്വർഗങ്ങളില്ലെന്ന്. ഒറ്റ സ്ഥലമേ ഉള്ളൂ. സ്തോത്രം. അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. അവിടെ കുഞ്ഞാട് അതിൻ്റെ വിളക്കാണ്. ഇരുളും വേണ്ട, ഇരുളവിടെ ഇല്ല. രോഗമില്ല, ദുഃഖമില്ല. അത്രയ്ക്ക് സന്തോഷകരമായ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന അവിടെ വ്യത്യാസങ്ങളില്ല. കേട്ടോ. സ്തോത്രം. ഈ പുസ്തകം ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ അവിടെ പോകാൻ പറ്റുള്ളേ. ഈ പുസ്തകം ഫോളോ ചെയ്യുന്നവർക്ക് മാത്രം. 3 പുസ്തകം അവിടെ ഉണ്ട്. ഒന്ന് ന്യായം വിധിക്കുമ്പോഴേ, ഒന്ന് ഓർമ്മയുടെ പുസ്തകം. നിങ്ങൾ കാണിച്ച പരിപാടി, ഈ ചെയ്ത പരിപാടി എല്ലാം അതിനകത്തുണ്ട്. 2ാമത്തെ പുസ്തകമാണ് ഈ കയ്യിലിരിക്കുന്ന സത്യവേദ പുസ്തകം. ഇത് നിങ്ങളുടെ വീട്ടിലില്ല, അത് തന്നെ. സ്തോത്രം. 3ാമത്തെ പുസ്തകമാണ് ജീവൻ്റെ പുസ്തകം. 3 പുസ്തകം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്ക്ക് തള്ളിയിടും. അപ്പം 3 പുസ്തകമുണ്ട്. ഈ 3 പുസ്തകം ഈ ഓർമ്മയുടെ പുസ്തകത്തിൽ നിങ്ങൾ കാണിച്ച സകല ഇടപാടുമുണ്ട് കേട്ടോ. മറിയക്കുട്ടി, നീ എന്തെല്ലാം പരിപാടിയാണ് കാണിച്ച എൻ്റെ പേരും പറഞ്ഞുകൊണ്ട്. നമുക്കതാദ്യം നിനക്കൊരു ടെസ്റ്റ് ചെയ്യാൻ തന്നായിരുന്നു, അതിനകത്തുണ്ടോ എന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഈ പുസ്തകം എടുക്കും. എന്നിട്ട് പറയും, നീ കാണിച്ച പരിപാടി വല്ലതും ഇതിനകത്ത് ഞാൻ തന്നായിരുന്നോ നോക്കിയേ. ഇല്ല ദൈവമേ, ഇല്ല, അതിനകത്തൊന്നും ഇല്ല, അതിനകത്ത് നോക്കണ്ട, അതിനകത്ത് ഇല്ലാത്ത പരിപാടിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ ജീവൻ്റെ പുസ്തകത്തിൽ നിൻ്റെ പേര് കാണുമോ പറ? പിടികിട്ടിയോ? ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. എല്ലാവർക്കും ഒറ്റ സ്ഥലം. സ്തോത്രം. കഴിഞ്ഞ ഞായറാഴ്ച ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ആരാധന കൂടിയത് എൻ്റെ സ്നേഹിതൻ മിഷണറി ജെയിംസിൻ്റെ ചർച്ചിലാണ്. 24 കുടുംബങ്ങളുണ്ട്, ആദിവാസികളാണ് ഫുള്ള്. ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട മക്കളാണ് അവിടെ ആരാധന കൂടുന്നത്.
അവർക്ക് ഞാൻ അവരുടെ ചർച്ചിൻ്റെ ഫോട്ടോ ഇതിനകത്തിട്ടേക്കാം. ഞാൻ എൻ്റെ മുറ്റത്ത് നിന്നൊരു ഫോട്ടോ എടുത്തായിരുന്നു. അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് കേട്ടോ, നാട്ടുകാരെ മുഴുവൻ കാണിക്കാനില്ല. ഞാനിത് നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും അയക്കുന്നില്ലല്ലോ. സ്തോത്രം. നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ അവിടെ ചെന്ന് ആരാധന പങ്കെടുത്തു. നിറച്ചാളെന്ന് പറഞ്ഞാൽ ഇരിക്കാൻ സ്ഥലമില്ല. അതാ ചർച്ച നിറച്ചാള ജനം. കൊച്ചു കൊച്ചു പിച്ചടക്ക സാഹചര്യങ്ങളുണ്ട്. ആത്മനിറവിൽ വിദ്യാഭ്യാസം, നല്ല വിദ്യാഭ്യാസമുള്ള 2-3 പേരെ കണ്ടേ ഉള്ളതിനകത്ത്. ബാക്കിയുള്ളവരെല്ലാം എഴുത്തും വായന അറിയത്തില്ലാത്തവരും ബൈബിൾ പോലും സ്വന്തം വായിക്കാൻ അറിയത്തില്ലാത്ത ആൾക്കാരൊക്കെയാണ്. ആരാധനാലയത്തിൽ ഞാൻ പോയി ആരാധന കൂടി. എന്നോടൊപ്പം മറ്റൊരാളും ഉണ്ടായിരുന്നു. വളരെ വേദന തോന്നിയൊരു കാര്യം, അവർക്ക് സ്വന്തമായിട്ട് കക്കൂസില്ല. ഞാൻ ഒന്ന് മറപ്പുരേ പോകാനുള്ള സംവിധാനം അവിടെ ഇല്ല, ആ സഭയ്ക്കില്ല. അവിടെ ചെറിയൊരു സ്ഥലമുണ്ട്. അവിടെ വേണമെങ്കിൽ ഒരു ബാത്റൂം നമുക്ക് ചെയ്തു കൊടുക്കണമെന്നൊരു വലിയ ആഗ്രഹം എനിക്കുണ്ട്. സ്തോത്രം. നിങ്ങളതിനോട് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആർക്കെങ്കിലും ഒരു താല്പര്യം തോന്നുക, എന്നാൽ എനിക്കൊരു ടോയ്ലറ്റ് അവർക്ക് പണിത് കൊടുക്കാം. താല്പര്യം തോന്നുന്നവർ ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ നമ്പർ ഇതിനകത്തിട്ടേക്കാം. നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിട്ട്, നിങ്ങൾ നേരിട്ട് വിളിച്ചിട്ട് ടോയ്ലറ്റ് ഇട്ട് കൊടുത്തു കേട്ടോ. നല്ല കാര്യമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ആ പാവപ്പെട്ടവർ, അവർ ആരാധിക്കുന്ന, അവർക്ക് ഒന്ന് മറപ്പുര പോകാനുള്ള സംവിധാനം ആ ചർച്ചിനില്ല. അവർക്കവിടെ സ്പേസ് ഉണ്ട്. അവർക്കത് പണിയാനുള്ള കാശ് പോയിട്ട് അവർക്ക് ഒരു തൊപ്പിയില്ല അവരുടെ കയ്യിൽ. ഇല്ല, പാവപ്പെട്ടവരാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു കക്കൂസ് അവർക്ക് പണിത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കണം. അതിന് ഞാൻ നിങ്ങളെ ശുപാർശ ചെയ്യുകയാണ്. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ നമ്പർ ഇതിനകത്തിട്ടേക്കാം, ദേവദാസൻ്റെ. നിങ്ങൾ നേരിട്ട് അദ്ദേഹത്തെ വിളിച്ചിട്ട്, പാസ്റ്റർ ഞാൻ അതിൻ്റെ തറ കെട്ടിത്തരാം, അല്ലെങ്കിൽ അതിന് ഒരു ക്ലോസറ്റ് മേടിച്ച് തരാം, അല്ലെങ്കിൽ അതിന് ഒരു 2 ഷീറ്റ് മേടിച്ച് തരാം, അല്ലെങ്കിൽ അതിനൊരു 10 സിമെൻറ്റ് കട്ട മേടിച്ച് തരാം. ഒന്ന് വിളിച്ച് പറഞ്ഞേര്, അദ്ദേഹം അത് ചെയ്തോളൂ. എന്നിട്ട് ഞാൻ അത് പണിത് കഴിയുമ്പം ഇതേപോലെ ഞാൻ നിങ്ങൾക്ക് ഒരു സന്ദേശം ഇട്ടേക്കാം, അതേ കക്കൂസ് പണിത് കഴിഞ്ഞു എന്ന് പറഞ്ഞേക്കാം. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അവർക്കൊക്കെ ചെയ്താലേ പ്രിയരെ, അതൊക്കെ നേരിട്ട് അവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ വലിയ സന്തോഷമാണ്. നിങ്ങൾ എന്നിട്ട് വല്ലപ്പോഴും സമയം കിട്ടുവാണെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അവിടെ വന്നൊരു ദിവസം ആരാധനയും കുറിക്കോ. നല്ല കാര്യമാണ് കേട്ടോ. ഈ പാവങ്ങൾ ദൈവം അല്ലാതെ വേറെ ഒന്നും അറിയത്തില്ല. ആരാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ ഞായറാഴ്ച തന്നെ സ്തോത്രം, എഴുന്നേറ്റ് നിന്ന് ഞാനൊരു പാട്ട് പാടിയപ്പോഴത്തേക്ക് എല്ലാവരും നൃത്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാഴ്ച കണ്ട് എൻ്റെ കൂടെ വന്ന ഒരു ദേവദാസൻ, അദ്ദേഹം പറഞ്ഞ്, എൻ്റെ പാസ്റ്ററെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി പാസ്റ്ററെ. സ്തോത്രം. ഇവർ മൊത്തം സ്വർഗത്തിൽ കാണും. കാരണം എന്താണെന്നറിയോ, ഈ ദൈവദാസൻ എന്താണോ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഭക്തിയോടെ ദൈവത്തെ ആരാധിക്കുന്ന ആളുകൾ. സ്തോത്രം കേട്ടോ. ഒരു ഉടായ്പുമില്ല, ഒരു വെച്ചുകെട്ടുമില്ല. ദൈവസന്നിധി വന്ന് കരയുകയാണ്. രാവിലെ വന്നിരുന്ന് മുട്ടയിൽ നിന്ന് എല്ലാം കരഞ്ഞ് ദൈവസന്നിധി പ്രാർത്ഥിച്ചിട്ടാണ് പിന്നെ അവിടെ പാട്ടും ആരാധനയൊക്കെ തുടങ്ങുന്നത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു വ്യത്യാസം വെച്ചിട്ടില്ല. എനിക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയതുപോലെ തന്നെ അവർക്കും പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുത്തിരിക്കുന്നു. പത്രോസ് പറയുകയെന്നേ, നമുക്ക് നൽകിയതുപോലെ. നമ്മൾ വിചാരിച്ച നമുക്ക് മാത്രമേ ഇതുള്ളെന്നാണ് വിചാരിച്ചത്. പക്ഷേ സംഭവം ആകെ പിടുത്തപ്പെട്ടു. നമുക്ക് മാത്രം അല്ലെന്നേ, നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയതുപോലെ തന്നെ ദൈവം അവർക്കും പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു. സ്തോത്രം കേട്ടോ. അവർക്ക് വേണ്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് ദൈവസന്നിധിയിൽ കണക്കാണ്. സ്തോത്രം. നിങ്ങളുടെ പേരിൽ അനുഗ്രഹമുണ്ടാകും, നന്മയുണ്ടാകും. നിങ്ങൾക്ക് ദൈവം പ്രതിഫലം നൽകും. സ്തോത്രം. ഒന്നുമില്ല, ഒരു 70,000 രൂപയോളം ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിച്ചു, എത്ര രൂപ ഉണ്ടെങ്കിൽ ഒരു കക്കൂസ് ഇവിടെ പണി തീർക്കാം. കാരണം സാധനം അവിടെ ഒരു മലയുടെ മണ്ടയിലാണ് ആ ചർച്ച്, ഒരു മലയുടെ മുകളിലാണ്. അവിടെ സാധനം എത്തിക്കണേ തന്നെ മെയിൻ റോട്ടിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു ആ മലയുടെ മണ്ടയിലോട്ട്. സ്തോത്രം. അവിടെ സാധനം എത്തിക്കണേ തന്നെ ഭയങ്കര പൈസ ചിലവാണ്. എന്തായാലും ഏകദേശം ഒരു 70,000 രൂപ ഉണ്ടെങ്കിൽ അവിടെ ഒരു കക്കൂസ് അവർക്ക് നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളതിനോർത്ത് പ്രാർത്ഥിക്കുകയും, ഞാൻ ഈ നമ്പർ ഇട്ടിട്ടില്ല, ആ നമ്പറിൽ നിങ്ങൾ ദൈവദാസനെ വിളിക്കുകയും ചെയ്യണം. അദ്ദേഹം കഴിഞ്ഞ 16 വർഷമായിട്ട് അവരുടെ ഇടയിൽ വർക്ക് ചെയ്യുക. നന്നായിട്ട് അധ്വാനിക്കുന്നൊരു മനുഷ്യൻ. അമ്മേ സ്തോത്രം. പ്രിയരെ ശ്രദ്ധിച്ചേ, കർത്താവിന് വേണ്ടി, നമ്മുടെ ദൈവത്തിന് വേണ്ടി സ്തോത്രം, വേറുകൃത്യം കാണിക്കരുത്. എവിടെയും കാണിച്ചേക്കരുത്. അങ്ങനെ ആരെങ്കിലും കാണിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിവുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കണം കേട്ടോ, എന്നെ അറിയിക്കണം. ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും വേറുകൃത്യം എവിടെയെങ്കിലും ചെയ്തു എന്ന് നിങ്ങൾക്കൊരറിവ് കിട്ടിയാൽ എന്നെ അത് അറിയിക്കണം, മറക്കരുത്. എന്നെ അറിയിച്ചാൽ മതി, ബാക്കി ഞാൻ ചെയ്തോളാം. അത്രയ്ക്ക് കോൺഫിഡൻറ്റോടുകൂടിയാണ് ഞാൻ സംസാരിക്കുക. ചുമ്മാ സാധാരണ ഒരു ഉപദേശിച്ച് പറയുന്നവരല്ല ഞാനീ പറയുന്നത്.
എൻ്റെ നാവിന്മേൽ 2 സാധനം അധികാരമുള്ളത്. ഒന്ന്, ജീവനും മരണവും എൻ്റെ നാവിന്മേൽ അധികാരം ദൈവം തന്നിരിക്കുക. സ്തോത്രം. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കാനും പോകണ്ട, എങ്ങും പോകണ്ട, നേരെ ദാനിയേൽ നീലഗിരി വിളിക്കുക, പാസ്റ്ററെ ഇന്ന ആൾ എന്നെ ഇങ്ങനെ എന്നോട് ബിഹേവ് ചെയ്തതെന്ന് പറഞ്ഞാൽ അത്രയും പറഞ്ഞാൽ മതി. ബാക്കി കാര്യം ഒരു സുവിശേഷകൻ എന്ന നിലയിൽ, ഒരു ദൈവത്തിൻ്റെ മനുഷ്യൻ എന്ന നിലയിൽ, ഒരു മാൻ ഓഫ് ഗാഡ്, ദൈവ മനുഷ്യൻ എന്ന നിലയിൽ എൻ്റെ കയ്യിലുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ഏലീശാനെ 42 പിള്ളേർ കൂടി ടീമായിട്ട് വന്നിട്ട് മൊട്ടത്തലയാന്ന് വിളിച്ചൊരു സംഭവം നിങ്ങൾക്കറിയോ? മൊട്ടത്തലയാന്ന് വിളിച്ചു. ഏലീശ അവരെ തിരിഞ്ഞ്, നിങ്ങളെല്ലാവരും സഭായത്തിന് വാ മക്കളെ, നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണോ പറഞ്ഞത്? ഏലീശ തിരിഞ്ഞ് നോക്കി. സ്തോത്രം. ഏലീശ തിരിഞ്ഞു നോക്കുമെന്നറിയാൻ വേണ്ടി 2 പേര് കാട്ടിൻ്റെ ഇറമ്പി വന്ന് നിൽപ്പുണ്ട്. ഏലീശ എന്നാ പറയാൻ പോകുന്നതെന്നറിയാൻ ഇങ്ങനെ നോക്കി നിൽക്കുക. ഏലീശ, എൻ്റെ ചിന്ത ഞാൻ പറയാം. ഏലീശ തിരിഞ്ഞു നോക്കിയത് കാട്ടിൻ്റെ അവിടെ എത്തിയോ? ഇവർ 2 പേരെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവന്മാരവിടെ ഉണ്ടോ? ഏലീശ തിരിഞ്ഞു നോക്കി കേട്ടോ. ഈ പിള്ളേരെ ശപിച്ചെന്നാണ് എഴുതിയേക്കുന്നത്. ഈ ശാപം മറ്റവർക്ക് ലൈസൻസായി. ആർക്കാ? കരടികൾക്ക്. 2 കരടി, പെൺകരടി 2 പേരോട് പറയാ, പിന്നെ എന്തിനാ എവിടം വരെ കൊണ്ടുവന്ന് അറിയത്തില്ല, എന്തായാലും നമുക്ക് നോക്കി നിൽക്കാം എന്നാ സംഭവിക്കാൻ പോകുന്നതെന്ന്. ശാപം വീണ്ടുണ്ട്, നമുക്ക് ടൈമായി, ഇറങ്ങാൻ പാ. 2 പേരോട് ഇറങ്ങുക. 42 പിള്ളേരും കൂടെ ക്യൂ നിൽക്കുമല്ലായിരുന്നു. എന്നെ കീറിക്കോ എന്നും പറഞ്ഞ്. അല്ല ആയിരുന്നോ? 42 വഴിക്കോടി. 42 എണ്ണത്തിനെ വലിച്ചു കീറി ദൂരെ കളഞ്ഞു. സ്വത്രം. ഇന്നായിരുന്നെങ്കിലോ ഉള്ള ചാനലുകാർ മുഴുവൻ അടക്കണ്ടേനല്ലേ? ഞാൻ ഇന്ന ചാനലിൻ്റെ ആളാണ്, ഇവിടെ നിന്ന് ഞാൻ എന്നെ ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാളെ കീറി അല്ല, 2 പേരെ കീറി അല്ല, 4 പേരെ കീറി അല്ല, 10 പേരെ കീറി, മിക്കവാറും 20 പേരെ കീറി എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രിയരെ, നാട്ടുകാരെ, അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, ഇന്നടത്ത് നിന്ന് ഇന്ന ആൾ ഇന്ന ചാനലിന് വേണ്ടി ഇതല്ലേ പറയാൻ പോകുന്നത്. സ്വത്രം. 42 പിള്ളേരുടെ ഡെഡ് ബോഡി പിറ്റേ ദിവസം പത്രത്തിൽ. എന്താ അല്ലേ? അതുകൊണ്ടേ നിങ്ങളെ ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ വേറുകൃത്യമായിട്ട് നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ, ആരും ആയിക്കോട്ടെ, എനി മാൻ, സ്തോത്രം, വിശ്വാസത്തിൽ വന്നതിന് ശേഷം, ദൈവസന്നിധി വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളെ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ, യു ജസ്റ്റ് ഇൻഫോം ടു മീ. എന്നെ നിങ്ങൾ ഇൻഫോം ചെയ്തു. അതിൽ കൊള്ളുന്ന എനിക്ക് പറയാനില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ദാനിയേൽ ഉപദേശി സാധാരണ ഒരു ഉപദേശിയാണെന്ന് ചിന്തിക്കണ്ട കേട്ടോ. സാധാരണ ഒരു ഉപദേശിയാണെന്ന് ചിന്തിക്കണ്ട. ഞാനൊരു സാധാരണ ഉപദേശിയായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. ഒന്നെങ്കിൽ ഒറിജിനൽ സാധനമായിട്ട് നടക്കുക, അല്ലെങ്കിൽ ഈ പണി നിർത്തുക. സ്തോത്രം. ഒരു വ്യത്യാസം വെക്കരുത്. നമുക്ക് നൽകിയതുപോലെ പരിശുദ്ധാത്മാവിന് നൽകപ്പെട്ടവർ കേട്ടോ. അതുകൊണ്ട് ആരെയും മാറ്റി നിർത്തല്ലേ. സ്തോത്രം. ഞാൻ നിങ്ങൾക്കോട് പ്രാർത്ഥിക്കാൻ പോകും. ഒരുപക്ഷെ ഒരുപാട് മാറ്റി നിർത്തലുകൾ, ഒറ്റപ്പെടലുകളൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം. ഞാൻ നിങ്ങൾക്കോട് പ്രാർത്ഥിക്കാം. സാരമില്ല, സംഭവിച്ചതെല്ലാം ദൈവം അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. പേടിക്കണ്ട, ദൈവം അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അത് അനുഭവിക്കുന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത് എന്നെ വിളിക്കണമെന്ന് പറഞ്ഞത്. പ്രാർത്ഥിക്കാൻ പോയി നിങ്ങൾക്ക് വേണ്ടി. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അവരുടെ പുത്രൻ്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് അടുത്ത് ഈ പ്രഭാതത്തിൽ ഒരുപാട് കർത്താവേ ഒറ്റപ്പെടുത്തലുകൾ, തള്ളപ്പെടലുകൾ, ഒരുപാട് മാറ്റി നിർത്തലുകൾ, വേറുകൃത്യങ്ങൾ, വ്യത്യാസങ്ങൾ വരുത്തി ഒറ്റപ്പെടുത്തുന്ന അനുഭവത്തിലേക്ക് ഇവരെ തള്ളിവിട്ട ജീവിതാനുഭവങ്ങൾ ഇവർക്കുണ്ട് കർത്താവേ. അത് മുഖാന്തരം ഒരുപാട് മനസ്സ് മുറിഞ്ഞിട്ടുണ്ട്, വേദന വെച്ചിട്ടുണ്ട്. ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം അവരെ ആശ്വസിപ്പിക്കണമേ. ആരൊക്കെയാണോ അങ്ങനെയൊക്കെ ചെയ്തത് അവർക്ക് മാനസാന്തരപ്പെടാൻ ഈ ഒരൊറ്റ മാസം കൂടെ ദൈവം നൽകണമെന്ന് പ്രാർത്ഥിക്കും. ഈ ഒരൊറ്റ മാസം, അതിൽ കൂടുതൽ വേണ്ട. ദൈവമേ, ഈ ഒരൊറ്റ മാസം കൂടെ അങ്ങനെയുള്ള ആളുകൾക്ക് മാനസാന്തരപ്പെടാൻ ഒരു അവസരം കൂടെ അങ്ങയുടെ ദാസൻ എന്ന നിലയിൽ ഞാൻ കർത്താവെ അവർക്ക് നൽകുകയാണ്. ഒറ്റ മാസം കൂടെ ദൈവം അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുറിവുകൾ ഉണക്കപ്പെടട്ടെ, കരിയപ്പെടട്ടെ, ആശ്വാസം ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ. ബലപ്പെടുത്തണമേ, കൃപ ചെയ്യണമേ. ഒരു വ്യത്യാസം അങ്ങ് വെച്ചിട്ടില്ല. ശമരിയുടെ പടിവാതിക്കലും പോകുന്ന കർത്താവ് യഹൂദൻ്റെ പള്ളിക്കകത്ത് നിൽക്കുമ്പോൾ തന്നെ ശമരിയുടെ ഗ്രാമത്തിനകത്ത് കടക്കാൻ ഒരു മടിയില്ലാത്ത കർത്താവ്. ആ കർത്താവിൻ്റെ ശിഷ്യന്മാരാണ് ഞങ്ങൾ. കർത്താവെ, നാവിന്മേൽ
ജീവനും മരണവും അധികാരം നൽകപ്പെട്ടവർ. നീ ഒന്ന് കൽപ്പിച്ചാൽ ബാല്യക്കാരന് സൗഖ്യം വരും. കർത്താവേ, സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആകൽ നിങ്ങൾ പുറപ്പെട്ട്. ആമേൻ. ഭൂതങ്ങളുടെ മേൽ അധികാരം കർത്താവെ, രോഗികളുടെ മേൽ സൗഖ്യത്തിൻ്റെ ഉള്ള ആ ഒരു വലിയ ദൈവകൃപ നൽകി തന്ന ശിഷ്യന്മാരയച്ചതുപോലെ നീ ഞങ്ങളെ സകല അധികാരം നൽകി തന്നിരിക്കുക. അത് ഞങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ. കൃപ ചെയ്യണം. ഈ രാവിലെ സമയം ഞാനിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോട് നന്ദി, യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയരെ, നമുക്ക് പരിശുദ്ധാത്മാവിന് നൽകിയതുപോലെ അവർക്കും പരിശുദ്ധാത്മാവ്. നമുക്ക് വചനത്തിൻ്റെ വെളിപ്പാട് നൽകിയതിനേക്കാളും അധികമായി അവർക്ക് വലിയ വചനത്തിൻ്റെ വെളിപ്പാട്. നമുക്ക് സ്തോത്രം ആരോഗ്യം നൽകിയതുപോലെ അവർക്കും ആരോഗ്യം. നമുക്ക് പാടാൻ കഴിവുള്ളതുപോലെ അവർക്കും പാടാൻ കഴിവ്. നമുക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാൻ കഴിവുള്ളതുപോലെ ദൈവം അവർക്കും ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാനുള്ള കഴിവ്. നമ്മൾ സ്നാനപ്പെടുത്തുന്നത് പോലെ അവർക്കും സ്നാനപ്പെടുത്താനുള്ള കഴിവ്. ഇങ്ങനെ അങ്ങ് പോകും അത് കേട്ടോ. സ്തോത്രം. എല്ലാം ദൈവം കൊടുത്തു, സകലം കൊടുത്തു. എനിക്ക് നിങ്ങൾക്ക് തന്നിരിക്കുക. പേടിക്കണ്ട, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവത്തിനോട് നിൽക്കാം. പ്രയാസങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ടല്ലേ? സാരമില്ല. ഇനി ഉണ്ടാകത്തില്ല കേട്ടോ, ഇനി ഉണ്ടാകത്തില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരിക. എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് ഇൻഫോം ചെയ്യണം, മറക്കരുത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്ക് ഇൻഫോം ചെയ്യണം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും.